ഹായ്, അപ്പൊ പുതിയ GST ബെനിഫിറ്റ്സോട് കൂടിയുള്ള പുതിയ പ്രൈസ് ലിസ്റ്റ് മാരുതി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പുതിയ വില പ്രകാരം മാരുതി എക്സ്പ്രസോക്ക് വരുന്നത് 4,50,000 രൂപയാണ്. ഓൺ റോഡ് പ്രൈസ് ആയിട്ട് ഈ പറയുന്നത്. അതായത് നമ്മൾ എക്സ്റോം പ്രൈസോ മറ്റോ ഒന്നല്ല, ഓൺ റോഡ് പ്രൈസ് 4,50,000 ഓൺ റോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 4,10,000 നമുക്ക് ഓൾട്ടോ ഓൺ റോഡ്, അതായത് 4,10,000 LX വേരിയന്റ് ഓൾട്ടോ ഓൺ റോഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത്രയധികം ബെനിഫിറ്റ്സ് ആണ് ഇപ്പോൾ പുതിയ GST നയത്തോടനുബന്ധിച്ച് നമുക്ക് വാഹന വിപണിയിൽ, അതായത് മാരുതിന്റെ വാഹനങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് 4 ലക്ഷം രൂപക്ക് ഒരു വാഹനം കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത്യപൂർവം ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ നിലവിൽ നമ്മൾ അറിഞ്ഞ പോലെ 18% GST മാറുമ്പോൾ, 28 നിന്നും 18 GST മാറുമ്പോൾ വാഹനങ്ങളുടെ എക്സ്ഷോറൂം പ്രൈസിലാണ് ആ വില എഫക്ട് ചെയ്യുന്നത്. അതുപോലെ അത് എഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, അതിന്റെ ഓരോ വാഹനങ്ങളുടെയും എക്സ്ഷോറൂം പ്രൈസിന് ആസ്പദമായിട്ടാണ് റോഡ് ടാക്സ് വരുന്നത്. 5 ലക്ഷത്തിൽ താഴെയാണ് ഓൾട്ടോക്കും എക്സ്പ്രസോക്കും അതുപോലെ നമ്മുടെ സെലാരിയോക്കൊക്കെ വില വരുന്നത്. അപ്പം ഇതിനകത്ത് ടാക്സ് ഡിഫറൻസ്, റോഡ് ടാക്സിന് ഡിഫറൻസ് ആയി നിലവിൽ 10% ഇതിന്റെ റോഡ് ടാക്സ് താഴ്ന്നതാണ്. അതായത് എക്സ്ഷോറൂം പ്രൈസിന്റെ 10% മാത്രമേ ഇതിന് റോഡ് ടാക്സ് വരുന്നുള്ളൂ. അതും ഇതിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ നമുക്ക് 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയുള്ള വാഹനങ്ങൾക്ക് 13%, അതായത് നമുക്ക് ആ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ് സ്വിഫ്റ്റ് ആണെങ്കിലും നമ്മുടെ ബലേനോ ആണെങ്കിലും അതുപോലെ നമ്മുടെ ഫ്രോൺസ് ഇതുപോലത്തെ വാഹനങ്ങൾ. ഇത് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ വില വരുന്ന വാഹനങ്ങളാണ്. ഇതിനകത്ത് തന്നെ ഓൾട്ടോയുടെ ചില മോഡലുകൾ, എക്സ്പ്രസോയുടെയും ഓൾട്ടോയുടെയും ഓട്ടോമാറ്റിക് വേരിയന്റുകളും ഇതിനകത്ത് ഉൾപ്പെടും. ഈ വാഹനങ്ങൾക്ക് 13% റോഡ് ടാക്സ് വരുന്നത്. അതായത് അവിടെ എഫക്ട് ചെയ്തിരിക്കുന്ന GST ബെനിഫിറ്റ് അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഈ വേരിയന്റുകളുടെ റോഡ് ടാക്സിനകത്തുനിന്നേക്ക് നമുക്ക് മാറി വരുന്നതാണെന്നുള്ളതാണ്. അതുപോലെ 5 സ്റ്റാർ സേഫ്റ്റി ഫെസിലിറ്റിയിൽ അവൈലബിൾ ആയ നമ്മുടെ ഡിസയറിന്റെ ടാക്സ് ആവട്ടെ 1,28,000 രൂപ. ടോപ്പ് എൻഡ് മോഡലിന് 1,28,000 രൂപയാണ് പുതിയ GST നയത്തിൽ മാറ്റം വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, മാറി വന്ന പ്രൈസ് ലിസ്റ്റില് വാഗണറിന്റെ ZXi പ്ലസ് ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് ഏതാണ്ട് 7,62,000 രൂപയായിരുന്നു ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന എക്സ്ഷോറൂം പ്രൈസ്. മാറി വന്ന പ്രൈസ് പ്രകാരം 6,83,000 രൂപയാണ് ഇതിന് മാറി വന്ന, അതായത് 28 നിന്നും 18 മാറുമ്പോൾ ടാക്സിന്റെ വ്യത്യാസം വന്നു. അങ്ങനെ വരുമ്പോൾ 7,77,000 രൂപ ഇതിന് ടാക്സ് വ്യത്യാസമായിട്ട് വരും. അതിനകത്ത് ഓൺ റോഡിനകത്ത് വരുന്ന വ്യത്യാസമാണിത്. ഇത് എക്സ്ഷോറൂം പ്രൈസിനകത്തുള്ള വ്യത്യാസം. ഇതിനകത്ത് ടാക്സിലോട്ട് വരുമ്പോൾ നമുക്ക് 98,000 രൂപയായിരുന്നു മുന്നേ, അതായത് ആദ്യത്തെ പറയുന്ന ഫിഗർ പ്രകാരമുള്ള ഇതിന്റെ ഓൺ റോഡ് ടാക്സ് റേറ്റ്, റോഡ് ടാക്സ് റേറ്റ്. അത് പുതിയതിലോട്ട് വരുമ്പോൾ 88,000 രൂപയോളമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അതിലും 10,000 രൂപ, അങ്ങനെ ടോട്ടലി 89,000 രൂപ ടാക്സ് ഡിഫറൻസിലൂടെ മാത്രം ഈ വാഹനത്തിന് ബെനിഫിറ്റ് ലഭ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ മാറി വന്നിരിക്കുന്ന ടാക്സ് ബെനിഫിറ്റ്സ്, അതായത് നമുക്ക് 28 നിന്നും 18 മാറുമ്പോൾ ഇത് നമ്മുടെ ഓൺ റോഡ് പ്രൈസിനകത്ത് മാറുന്ന ഏരിയകൾ ഏതെല്ലാം എന്നാണ്. അതായത് നമ്മുടെ എക്സ്ഷോറൂം പ്രൈസിനകത്ത് ഈ ഡിഫറൻസ് മാറി വരുമ്പോൾ അതിന്റെ അതേ എഫക്റ്റ് നമുക്ക് എവിടെ കിട്ടും? റോഡ് ടാക്സിനകത്ത് കിട്ടും. റോഡ് ടാക്സിന്റെ അതിൽ മാറി വരുമ്പം അത് ഇൻഷുറൻസിനകത്തും എന്ത് ചെയ്യും, അതിന്റെ എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് എക്സ്റ്റൻഡർ വാറണ്ടിക്കകത്തും MEWക്കകത്തും ഇതിന്റെ മാറ്റം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. നല്ല രീതിയിലുള്ള വില കുറവാണ് ഈ ടാക്സ് ബെനിഫിറ്റ് കൊണ്ട് ഇനി കസ്റ്റമർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഇത്രയേറെ ബെനിഫിറ്റ്സുകൾ ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ ബുക്ക് ചെയ്യാൻ മടിക്കുന്നത്? എന്തായാലും ബുക്ക് ചെയ്തോ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. എല്ലാ ഡീറ്റെയിലും അവൈലബിൾ ആണ്.